എല്ലാവർക്കും നമസ്കാരം. ഡബ്ലിൻ ബലു വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വലിയ സ്വാഗതം. ജാസ്മിൻ ലോയിസ് ഫ്രം ഡബ്ലിൻ ബലു വേൾഡ്. എല്ലാവരും അടിപൊളിയായിട്ട് വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ ഒരു റിവ്യൂ ആണ്. ആക്ച്വലി നമ്മളൊരു റിവ്യൂ വീഡിയോ ആണ് കാണിക്കാനായിട്ട് പോകുന്നത്. റീസെന്റ് ആയിട്ട് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു അടിപൊളി റിവ്യൂ ആണ്. നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുന്നത് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഡബ്ലിൻ ബലു വേൾഡ് കാണുന്നുണ്ടെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ലൈക്ക് കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും ഫിറ്റ്നസ് നമുക്ക് ലൈഫിൽ ഒരുപാട് ആവശ്യമുള്ള കാര്യമാണ്. ലൈക്ക് എപ്പോഴും നമ്മൾ ഫിറ്റ് ആയിട്ടിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യുക, ജിമ്മിൽ പോവുക, നല്ലതായിട്ട് ഓടുക, ചാടുക, ഇതൊക്കെ നമ്മൾ നോക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഫിറ്റ് ആയിട്ടിരിക്കുകയാണ്, നമ്മുടെ ഫിസിക്ക് നന്നായിട്ട് കീപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. സോ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള റിവ്യൂ ആണ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റെഡിയാണ്, നിങ്ങൾ റെഡിയാണെന്ന് വിചാരിക്കണം. സോ പ്രത്യേകിച്ച് നമ്മൾ കാണിക്കാൻ പോകുന്ന നമ്മുടെ ഫിറ്റ്നസിനെ കുറിച്ചുള്ള ഒരു ഉപകരണമാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ സാധനം ബാക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം വന്നു. അപ്പൊ നമുക്ക് എന്താണെന്ന് ജസ്റ്റ് നോക്കാം. ഇത് കാണുമ്പോൾ നമ്മൾ ഓർക്കും ഒരു പസിൽ ആണെന്ന് വിചാരിക്കും. ഒരു പസിലൊക്കെ പിള്ളേർക്കുള്ള ഒരു പസിലൊക്കെ പോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ പസിലല്ല സാധനം. ഇത് വലിയവർക്കുള്ള ഒരു വലിയ പസിലാണ്. ആക്ച്വലി നമുക്ക് നന്നായിട്ട് ഫിറ്റ് ആയി ബോഡിക്ക് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനും ജിമ്മിലൊന്നും പോയില്ലെങ്കിൽ കൂടി നമ്മൾ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് അതിന്റെ ഒരു എക്സസൈസ് ഒക്കെ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റ് വേറെ ഒന്നുമല്ല, ഒരു ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പുഷപ്പ് ബോർഡാണ് ആക്ച്വലി. സോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി ആമസോണിൽ കണ്ട സമയത്ത്. അപ്പം ഒന്ന് മേടിച്ച് യൂസ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ മേടിച്ചത്. അപ്പൊ ഞാനൊന്ന് കാണിക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പസില് പോലെ ഇരിക്കണമെന്ന് പറഞ്ഞത് ശരി തന്നെയാണ്. കണ്ടല്ലേ, ഒരു പസില് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ആക്ച്വലി നമ്മൾ കാണുമ്പോൾ നമ്മൾ അവർക്ക് ഒരു പസിലാണല്ലേ. പസിലല്ല ഈ സാധനം. ഇതൊരു ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു പുഷപ്പ് ബോർഡാണ് ആക്ച്വലി. സോ ഇത് കുറെ യൂസസ് ഉണ്ട്. ഇത് ഞാനത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഈ സാധനമാണ്. ഇതിപ്പോ ഇങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഈ സാധനം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയേക്കണേ. അപ്പൊ നമ്മുടെ ഭാരമൊക്കെ താങ്ങാൻ വേണ്ടിയിട്ട്, നമ്മുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ താങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ് ഇത്. അല്ലാതെ കാണുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ഓർക്കുമ്പോൾ ഇതൊരു കളിപ്പാട്ടം പോലെയാണല്ലോ. കളിപ്പാട്ടം പോലെയൊന്നും അല്ല. ഇത് നല്ല ബലം ഉള്ള ഒരു സാധനമാണ് ആക്ച്വലി. നല്ലൊരു മെറ്റീരിയലാണ്. അപ്പൊ നമുക്കിവിടെ ഇങ്ങനെ ഹോൾസ്, പല രീതിയിലുള്ള ഹോൾസുകളൊക്കെ കാണാം ഇതിന്റെ അകത്ത്. നമുക്ക് നോക്കുമ്പോൾ ഷോൾഡേഴ്സിന്റെ ആണ് ഈ റെഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു എന്താ പറയുക, ഒരു ഫോൾഡബിൾ ആയിട്ടുള്ള ഈ ഒരു ഫ്രെയിമിൽ ആക്ച്വലി നമുക്ക് കുറെ ഡിഫറെന്റ് കളേഴ്സ് ആയിട്ടുള്ള കുറെ ഹോൾസ് കാണാം. ഇത് റെഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഷോൾഡേഴ്സിനുള്ള എക്സസൈസ് ആണ്. അതുപോലെ തന്നെ ചെസ്റ്റ്, നമ്മുടെ ഈ ആകാശ നീല കളറിൽ കാണുന്ന ഏകദേശം ചെസ്റ്റിനുള്ളതാണ്. അതുപോലെ യെല്ലോ കളറിൽ കാണുന്ന ബാക്ക് സൈഡിൽ നമ്മൾ എക്സസൈസ് ചെയ്യാനുള്ളതാണ്. അതുപോലെ പച്ച കളറിൽ കാണുന്ന ട്രൈസെപ്സിന് വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുന്നതാണ്. അങ്ങനെ പല രീതിയിൽ ഹോൾസ്, ഓരോ കാണിച്ചിരിക്കുന്ന ഹോൾസിനും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് കാണാം ഓരോ ഹോളിലും നമ്മൾക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയാണ്, ഈ രീതിയിലാണ് നമ്മളത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗും അതുപോലെ തന്നെ ഭയങ്കര കളർഫുള്ളും ആയിട്ടുള്ള ഒരു ബോർഡാണ് ആക്ച്വലി ഫോൾഡബിൾ എന്താ പറയാ, പുഷപ്പ് ബോർഡ്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഇതിനകത്ത് കിട്ടുന്ന ഹാൻഡിൽസ് ഉണ്ട്. അപ്പൊ നമുക്കിങ്ങനെ രണ്ട് ഹാൻഡിൽസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഹാൻഡിൽസ് എങ്ങനെ യൂസ് ചെയ്യണം ജസ്റ്റ് കാണിക്കാം ഇപ്പോൾ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഫോൾഡബിൾ ആയിട്ടുള്ള പുഷപ്പ് ബോർഡിൽ നമ്മൾ ഹാൻഡിൽ സെറ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് റെഡ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റെഡിൽ നമ്മൾ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഏതാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് അതനുസരിച്ച് ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്തിട്ട് ലോക്കായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ചാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. ഇപ്പൊ അതല്ല, ഇത് മാറ്റി നമ്മൾക്ക് നീലയാ വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നീലയാകുമ്പോൾ നമുക്ക് ചെസ്റ്റ് ആണല്ലോ. അപ്പൊ ചെസ്റ്റിനാ വേണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ സെറ്റപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പുറത്തും അതുപോലെ തന്നെ നീലയും നമ്മൾ സെറ്റപ്പ് ചെയ്യും. ഇങ്ങനെ ഈ രീതിയിലാണ് നമ്മളത് അറ്റാച്ച് ചെയ്യുന്നത്. കണ്ടില്ലേ? അപ്പൊ ഇങ്ങനെ ഓരോ ഹോൾസിലും മാറിയിട്ട് നമ്മൾ ഓരോ ശരീരഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള എക്സസൈസുകൾ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി. അപ്പം ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ഓരോ ഹോൾസിലും നമുക്ക് ഓരോ ശരീരഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. ഞാനത് വീഡിയോയിൽ കാണിക്കാം, എങ്ങനെയാ ചെയ്യുന്നതെന്ന് വീഡിയോയിൽ കാണിക്കാം. അപ്പൊ ഇതാണ് മെയിനായിട്ട് ഇതിന് ഒരു കണ്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗം. അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് ഊരിയെടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന നമുക്ക് ഹാൻഡിൽസ് ഉണ്ട്. അപ്പൊ നമുക്ക് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയുള്ള 2 ഹാൻഡിൽസ്. അപ്പൊ അതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾക്ക് ഇതിനകത്ത് വരുന്ന രണ്ട് സംഗതികളാണ് ഈ കാണുന്നത് ആക്ച്വലി. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾക്ക് ഇങ്ങനെ പിടിച്ച് നമുക്ക് സ്ട്രെച്ച് ചെയ്ത് നമുക്ക് ബോഡി പാർട്സിൽ ഓരോ ഭാഗങ്ങൾ നമ്മൾ എക്സസൈസ് ചെയ്യേണ്ട രീതിക്ക് അനുസരിച്ച് നമുക്ക് ഇത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഈ 2 സാധനങ്ങൾ, ഈ ബോർഡിന്റെ 2 വശങ്ങളായിട്ട് നമുക്ക് ഒരു ഹുക്സ് ഉണ്ട് ആക്ച്വലി. ഇതുണ്ടോ? ഇവിടെ ഒരു ഹുക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ഹുക്ക് ഉണ്ട്. ഈ 2 ഹുക്കിൽ നമ്മൾ ഇട്ടിട്ടാണ് നമ്മളിത് ബാലൻസ് ഉള്ള ബോഡി പാർട്സിലേക്ക് നമ്മൾ ഇതിന്റെ എക്സസൈസ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാതെ ഹുക്ക് ഒന്ന് കണക്ട് ചെയ്തിട്ട് കാണിക്കാം. ഹുക്ക് കണ്ടില്ലേ? ഇങ്ങനെയാണ് ഇത്. കണ്ടില്ലേ?
അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ ബോർഡിലേക്ക് ഇത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് നിലത്ത് വെച്ചിട്ട് അതിന്റെ കയറി നിന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാണുമ്പോൾ കുറച്ചും കൂടെ അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവും. അപ്പൊ രണ്ട് സൈഡിലും ഇങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് രണ്ട് ഹുക്കിലും വേണ്ടിയിട്ട് കണക്ട് ചെയ്തിട്ട് വേണ്ടി നമുക്ക് എക്സസൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഈ സാധനം നമ്മൾ മേടിക്കുന്നത് നമ്മുടെ ആമസോണിൽ നിന്നാണ് മേടിക്കുന്നത്. ആക്ച്വലി ടിമോലും അവൈലബിൾ ആണ്. ആക്ച്വലി ടിമോലും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ടിമോലും നമുക്ക് അവൈലബിൾ ആണ്. ആക്ച്വലി ഇതിന്റെ പേര് എന്ന് പറയുമ്പോൾ ഫോൾഡബിൾ പുഷപ്പ് ബോർഡ് എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈസി ടു യൂസ്, ലൈറ്റ് വെയിറ്റ്, പോർട്ടബിൾ, മൾട്ടി ഫംഗ്ഷൻ, ഡ്യൂറബിൾ, ഇന്നോവേറ്റീവ് പുഷപ്പ് സിസ്റ്റംസ് എന്ന് പറഞ്ഞിട്ട് കുറെ സ്പെഷ്യാലിറ്റി ഒക്കെ ഉള്ള ഒരു സാധനമാണ്. കാണുമ്പോൾ നമുക്ക് ഒത്തിരി വലുതായിട്ട് തോന്നുന്നില്ല, പക്ഷെ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അതിനെക്കുറിച്ചൊരു ധാരണ കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു ബോർഡും അതുപോലെ തന്നെ ഈ ബാക്കിയുള്ള ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെ നല്ല സ്ട്രോങ് സൈസ് മെറ്റീരിയൽസ് ആണ് വന്നേക്കുന്നത്. അല്ലാതെ പെട്ടെന്ന് നമ്മുടെ ഭാരം നമ്മൾ ഇതിൽ കൊടുക്കുന്ന സമയത്ത് ഒടിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ നമുക്ക് കയറി നിൽക്കാതെ, അത് കയറി നിന്നുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് പൊട്ടി പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് താങ്ങാൻ പാടാത്ത ഒരു അവസ്ഥയൊന്നും കാര്യങ്ങളൊന്നും ആ ഒരു പ്രൊഡക്റ്റിനില്ല. നമ്മുടെ വെയിറ്റ് ഒക്കെ താങ്ങാൻ പാകത്തിന് ഉള്ള ഒരു പൊളി സാധനം തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഞാനും ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള റിവ്യൂ ആണ് പറയുന്നത്. ഇപ്പൊ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ നമ്മളിത് എക്സസൈസ് ചെയ്യാൻ നേരത്തെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതൊരു ഫ്ലാറ്റ് സർഫേസിലോ, ഒന്നെങ്കിൽ നമ്മളൊരു ടൈല് ഇട്ട ഒരു പ്ലേസിലോ, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക തടി ഇട്ട ഒരു പ്ലേസിലോ, അങ്ങനെ ഒരു ഫ്ലാറ്റ് സർഫേസ് ആയിരിക്കണം. അല്ലാതെ നമ്മളിപ്പം നമ്മുടെ ലോണിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇത് കറക്റ്റ് ആയിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഉണ്ടായെങ്കിൽ മാത്രമാണ് ഇത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അതാണ് വേറൊരു കാര്യം ഇതിനകത്ത്. അപ്പം അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ വെയിറ്റ് കാര്യങ്ങളൊക്കെ താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് ആണ് ആക്ച്വലി. അതല്ലാതെ എന്താ പറയുക നമ്മൾ കയറി നിൽക്കുമ്പോൾ പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള കാര്യമില്ല ഇത്. എൻ്റെ പിന്നെ റേറ്റ് വരുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആമസോണിലും അതുപോലെ തന്നെ ടീമിലൊക്കെ ഒരു 15 to 20 euros നമുക്ക് ഇൻക്ലൂഡിങ് പാഴ്സൽ ചാർജുകൾ കൂടിയിട്ട് നമുക്ക് അവൈലബിൾ ആണ് ആക്ച്വലി. നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പോയിട്ട് മേടിക്കുക. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു പ്രൊഡക്റ്റ് ആണ്. ഇത് വെച്ചുകൊണ്ടുള്ള എക്സസൈസ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വേർഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സസൈസ് എങ്ങനെ ചെയ്യണം ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം കേട്ടോ. നമ്മുടെ ഫോൾഡബിൾ ആയിട്ടുള്ള ആ ഒരു ബോർഡിൽ നമ്മൾ 2 ഹുക്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഹുക്സിൽ നമ്മൾ ഈ ഒരു 2 ബാർ ഇട്ടതിന് ശേഷം നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ കാണുന്നത്. അത് നമ്മുടെ ഷോൾഡേഴ്സിനും അതുപോലെ തന്നെ ട്രൈസെപ്സ് ബൈസെപ്സിനൊക്കെ നമുക്ക് പറ്റിയൊരു എക്സസൈസാണ് ആക്ച്വലി. വളരെ നല്ലൊരു ഒരു നല്ല കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഓരോ കൈയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നല്ല മുറുക്കമാണ് കേട്ടോ, നമ്മൾ കാണും പോലെയല്ല, നമുക്ക് നല്ല മുറുക്കമാണ്. അപ്പം നമ്മൾക്ക് ലിഫ്റ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു ഫീൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ നമുക്ക് ആ 2 ബാറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ലാറ്റ് പുൾ ഡൗൺ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ബാക്കിൽ നിന്ന് കൊടുക്കുന്ന ഈ എക്സസൈസ് നമുക്ക് അതിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിതിൽ വെച്ച് സ്പീഡിലാണ് ചെയ്യുന്നത്. സ്പീഡ് കുറച്ച് ചെയ്യണം എക്സസൈസ് ചെയ്യുമ്പോൾ. അപ്പോൾ സൈഡ് വൈസ് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലായിട്ട് നമ്മൾക്ക് അതിനകത്ത് നിന്ന് കൊടുക്കാനായിട്ട് സാധിക്കും. ആ കാണുമ്പോൾ എല്ലാം നല്ല വലിച്ചിലും ഉണ്ട്, നല്ല മുറുക്കമുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും നമുക്ക് അനുസരിച്ചുള്ള ഒരു പിടുത്തം നമുക്ക് നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കിത് യൂസ് ചെയ്തിട്ട് കിട്ടിയത്. അതുപോലെ തന്നെ നമ്മൾ താഴെയുള്ള ഹാൻഡിൽസ് ഉപയോഗിച്ചുകൊണ്ട് പുഷപ്പ് എടുക്കുന്ന രീതി, ഇപ്പം ചെസ്റ്റിനാണെങ്കിലും ഷോൾഡേഴ്സിനാണെങ്കിലും പുഷപ്പ്സ് എടുക്കുന്ന രീതിയാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത്. അതും നല്ല മെറ്റീരിയലാണ്. നമ്മൾ അത്രയും ഭാരം ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ 82 കിലോയോളമുണ്ട്. പക്ഷേ എന്നാലും അതനുസരിച്ച് ഒരു ബ്രേക്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അത് നിൽക്കുന്നത്. വളരെ കണ്ട നല്ലതാണ്. അപ്പോൾ നമുക്ക് മാറ്റി പിടിപ്പിക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾക്ക് ഓരോ ഏരിയയ്ക്ക് വേണ്ട എക്സസൈസ് അനുസരിച്ച് നമ്മൾക്ക് ആ ഒരു ഹാൻഡിൽസ് മാറ്റി കൊടുത്തുകൊണ്ട് നമ്മൾക്ക് എക്സസൈസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് മേടിച്ചൊന്ന് ട്രൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഫോൾഡബിൾ ആയിട്ടുള്ള പുഷപ്സിനുള്ള ഉപകരണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ടിമോന്നോ അല്ലെന്നുണ്ടെങ്കിൽ ആമസോണിൽ നിന്ന് മേടിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ചാനലിൽ അല്ലാത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ശരി എന്നാൽ.